2026 കേരളം പിടിക്കുമെന്ന് അമിത്ഷാ. NDA സർക്കാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തും. ഇടത് വലത് മുന്നണികളെ മാറി മാറി പരീക്ഷിക്കുന്ന രീതി ഇക്കുറി കേരളത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്നാണ് അമിത്ഷായുടെ അവകാശവാദം. വടക്കേ ഇന്ത്യൻ പാർട്ടി എന്നാണ് BJP-യെ കേരളത്തിൽ വിമർശിക്കുന്നത്. എന്നാൽ കേരളത്തിനൊപ്പം തമിഴ്നാട്ടിലും ഇത്തവണ BJP സർക്കാർ ഉണ്ടാകുമെന്നും അമിത്ഷാ പറഞ്ഞു. आप परिवर्तन चाहते हैं तो LDF को निकालने के लिए UDF को वोट देते हैं और UDF को निकालने के लिए LDF को वोट देते हैं, मगर दोनों परिवर्तन नहीं कर सकते। अब समय आ गया है कि परिवर्तन करने के लिए, विकसित केरलम बनाने के लिए सीधा भारतीय जनता पार्टी और NDA के लिए वोट करिए। 2014 के इलेक्शन में केरल की जनता ने भाजपा को 11% वोट दिए, 19 में 16%, 24 में 20% वोट दिया। अब बारी है भाजपा की सरकार बनाने की बारी है। मैं केरल के मतदाता भाइयों बहनों को कहने आया हूं कि 2026 का चुनाव NDA BJP के नेतृत्व में, मोदी जी के नेतृत्व में सरकार बनाने के लिए लड़ने जा रहा है। हमारे सैकड़ों कार्यकर्ताओं ने अपने जीवन का बलिदान दिया है। उनके परिवारों ने, किसी ने पति, किसी ने भाई, किसी ने बेटा गंवाया है। वो सभी का स्वप्न था केरल में NDA BJP की सरकार बनी। മുഖ്യമന്ത്രിയെയും CPM-നെയും കടന്നാക്രമിച്ചാണ് അമിത്ഷാ പ്രസംഗം തുടങ്ങിയത്. വിദേശത്തുള്ള മുഖ്യമന്ത്രി കേരളത്തിലെ BJP-യുടെ സമ്മേളനം കാണണം. കേരളം PFI-യുടെ താവളമാകാൻ കാരണം സംസ്ഥാന സർക്കാരുകൾ ആണ് എന്നും അമിത്ഷാ വിമർശിച്ചു. ഓഗസ്റ്റിൽ വീണ്ടും അമിത്ഷാ കേരളത്തിലെത്തും. തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങാനും ആഹ്വാനം നൽകിയിട്ടുണ്ട്. TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, വലിയ ആത്മവിശ്വാസത്തോടെയാണ് അമിത്ഷാ ഇന്ന് പ്രസംഗിച്ചത്. 2026 കേരളം പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രസംഗം നടന്നത്. ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പിന് BJP ഒരുങ്ങുന്നതെന്ന് വേണം കരുതാൻ? അശ്വതി, ഈ BJP കൃത്യമായ അജണ്ട മുൻനിർത്തി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വേണം അമിത്ഷായുടെ വാക്കുകൾ സൂചിപ്പിക്കാൻ. അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ 2026 കേരളം പിടിക്കുമെന്ന പ്രഖ്യാപനം അമിത്ഷാ നടത്തുന്നു. പൊതുവിൽ BJP കേരളത്തിൽ കേൾക്കുന്ന ഒരു പഴി അല്ലെ വിമർശനം ഒരു വടക്കേന്ത്യൻ പാർട്ടി എന്നതാണ്. പക്ഷേ അതിൽ നിന്ന് മാറി കൂടുതൽ മേഖലകളിലേക്ക് BJPക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്. തെലങ്കാനയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി BJP മാറിക്കഴിഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിനൊപ്പം തമിഴ്നാട്ടിലും ഭരണം പിടിക്കുമെന്ന പ്രഖ്യാപനവും അമിത്ഷാ നടത്തുന്നുണ്ട്. കേരള വികസനത്തിന് വേണ്ടി BJPക്ക് വോട്ട് ചെയ്യണം. എല്ലാ വർഷവും കൃത്യമായ തോതിൽ BJPയുടെ വോട്ട് വർധനം ഉണ്ടാവുന്നുണ്ട്. ഇത്തവണ അത് വിജയിച്ച് സംസ്ഥാന ഭരണം പിടിക്കുമെന്ന വലിയ പ്രഖ്യാപനമാണ് അമിത്ഷാ ഈ പൊതുസമ്മേളനത്തിൽ നടത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ പ്രവർത്തകരുമായുള്ള പ്രധാന നേതാക്കളുമായുള്ള ആശയവിനിമയത്തിലും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ സംബന്ധിച്ച സൂചനയും അമിത്ഷാ പങ്കുവച്ചു കഴിഞ്ഞു. ഓഗസ്റ്റ് മാസത്തിൽ, അതായത് അടുത്ത മാസം വീണ്ടും താൻ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഇതിനുള്ളിൽ മേഖലാ സമ്മേളനങ്ങൾ വിളിച്ച് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കണം, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള നിർദ്ദേശവും അമിത്ഷാ പങ്കുവച്ചു കഴിഞ്ഞു. വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടാണ് അമിത്ഷാ കേരളത്തിൽ നിന്നും മടങ്ങുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. മറ്റൊന്നുകൂടി, മുഖ്യമന്ത്രിയെയും CPM-നെയും കടന്നാക്രമിച്ചുകൊണ്ടുകൂടിയാണ് അമിത്ഷാ രംഗത്ത് വന്നിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനവും അദ്ദേഹത്തിൻ്റെ ചികിത്സയും അടക്കമുള്ള കാര്യങ്ങളെ പരോക്ഷമായി മുഖ്യമന്ത്രി വിമർശിക്കുന്നുണ്ട്. വിദേശത്തിരുന്നു കൊണ്ട് മുഖ്യമന്ത്രി ഇതൊക്കെ കാണുന്നുണ്ടാകും എന്ന കാര്യം അമിത്ഷാ സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ PFI അടക്കമുള്ള രാജ്യവിരുദ്ധ ശക്തികളുടെ കേന്ദ്രമായി കേരളം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ഉത്തരവാദികൾ മാറി മാറി ഭരിച്ച ഇടതു വലത് സർക്കാരുകളാണ്. ഇതിൽ നടപടിയെടുത്തത് കേന്ദ്ര സർക്കാർ വന്നപ്പോൾ മാത്രമാണ്, BJP സർക്കാർ വന്നപ്പോൾ മാത്രമാണ് എന്ന കാര്യവും അമിത്ഷാ പറഞ്ഞു വെക്കുന്നു. എന്തായാലും വമ്പൻ അവകാശവാദങ്ങളാണ് അമിത്ഷാ ഉയർത്തുന്നത്. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്.